നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഷ്ടകാലം ഒഴിഞ്ഞ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വളരെയേറെ സമ്പൽ സമൃദ്ധിയാണ്. ഇവരെ സംബന്ധിച്ച് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കടന്നു വരുവാനായിട്ട് പോവുകയാണ്. കാലാകാലങ്ങളായി ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിത ദുഃഖങ്ങളൊക്കെ ഒരാശ്വാസം ലഭ്യമാകുവാനായിട്ട് പോവുകയാണ്. ഏകദേശം 11 മാസക്കാലമായിട്ട് ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, കടഭാരങ്ങൾ, ദുഃഖങ്ങൾ, ഐശ്വര്യമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ അത്രയേറെ അതീവ അനുഗ്രഹമുള്ള കുറച്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അതീവ രാശിയിലുള്ള ഇടവം രാശിക്കാർ തന്നെയാകുന്നു. അതായത് കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്ര ജാതകരായ 3 നക്ഷത്ര ജാതകർക്കാണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മറികടന്ന് ഇവർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുവാനായിട്ട് പോകുന്നത്. ശംഖുപുഷ്പം കൊണ്ടൊരു പൂജ നടത്തുന്നതിലൂടെ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം ലഭ്യമാകും. തീർച്ചയായിട്ടും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുക, നവഗ്രഹ ആരാധനകളിൽ പങ്കെടുക്കുക, നല്ലൊരു നാള് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടവുമാകുന്നു. കഷ്ടകാലമൊക്കെ നീങ്ങുന്നു. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരിനി എത്തുവാനായിട്ട് പോവുകയാണ്. ഇവരുടെ മനസ്സിൽ ജീവിതത്തിൽ അത്രയേറെ അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു. ഇവരെ നശിപ്പിക്കുവാൻ ചിന്തിക്കുന്ന പല വ്യക്തികൾക്കും തിരിച്ചടികൾ ലഭ്യമാകുവാനായിട്ട് പോവുകയാണ്. രോഗമുക്തി ഉണ്ടാകുന്നു. അതുപോലെയൊക്കെ ജീവിതത്തിൽ ഒട്ടേറെ അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അടുത്ത നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് മകരം രാശിയിൽ വരുന്ന ഉത്രവും തിരുവോണവും അവിട്ടവും. തീർച്ചയായിട്ടും ഈ രാശിക്കാർക്കും ജീവിതത്തിൽ ഒത്തിരിയധികം അനുഗ്രഹമാണ്. പ്രയാസങ്ങളെയൊക്കെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കും. അപ്രതീക്ഷിതമായ ധനത്തിൻ്റെ വരവോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാനായിട്ട് പോവുകയാണ്. ധാരാളം പ്രയാസങ്ങളും കടഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് ഇവർക്ക് ഉയർച്ച പ്രാപിക്കുവാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഈ 9 നക്ഷത്ര ജാതകർക്ക് വളരെയേറെ അനുഗ്രഹമാണ് ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ദൈവിക അനുഗ്രഹവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വരുന്ന നാളുകളിൽ ഉണ്ടാകുമെന്നതിനും യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെയാകുന്നു ആ 9 നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.